മരടിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പരിശോധനയ്ക്കെത്തി കാറ്റഗറി 2 മേഖലയിലെ നിർമ്മാണ സാധ്യത പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. മരട് നഗരസഭ അധികൃതരുമായി അമിക്കസ് ക്യൂറി കൂടിക്കാഴ്ച നടത്തുകയാണ്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ഈ സാധ്യതകൾ പരിശോധിക്കാനായുള്ള സന്ദർശനം. സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, 2020-ലാണ് ഈ ഫ്ളാറ്റ് പൊളിക്കപ്പെടുന്നത്. അതിനുശേഷം തന്നെ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഇവിടെ എത്തി ആ സ്ഥലത്തെ നിർമ്മാണ സാധ്യതകൾ പരിശോധിക്കണമെന്ന്. അങ്ങനെയാണ് അമിക്കസ് ക്യൂറിയൊക്കെ ചുമതലപ്പെടുത്തുന്നതുമൊക്കെ. അപ്പോൾ നിലവിലെ കൂടിക്കാഴ്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 ജനുവരി മാസം 11-ാം തീയതിയായിരുന്നു മരടിൽ 4 ഫ്ളാറ്റുകൾ, അതായത് 5 ടവറുകൾ പൊളിച്ചു നീക്കിയത്. ഇപ്പോൾ ഈ വരുന്ന ജനുവരി 11-ഓടുകൂടി 5 വർഷം കൃത്യമായി തന്നെ തികയുമെന്ന് പറയേണ്ടി വരും. ഈ സമയത്താണ് അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ, സുപ്രീം കോടതി നേരിട്ട് നിയമിച്ചിരിക്കുന്ന അമിക്കസ് ക്യൂറിയാണ് ഇപ്പോൾ മരട് നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ മരട് നഗരസഭ അധികൃതരും ഒപ്പം തന്നെ റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും കൂടാതെ സബ് കളക്ടർ അടക്കമുള്ള ആളുകളുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശേഷിക്കുന്ന സ്ഥലത്ത് എത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്താമെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനം തയ്യാറാക്കി ആ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ഗൗരവ് അഗർവാൾ ഇന്ന് രാവിലെ ഇവിടെ എത്തുമ്പോഴും അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരുമായെല്ലാം കൂടിക്കാഴ്ച നടത്തുമ്പോൾ മരട് നഗരസഭ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ രൂപരേഖ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരട് നഗരസഭയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് തീരദേശ പരിപാലന നിയമപ്രകാരം കാറ്റഗറി 2-ൽ ഇരിക്കുന്ന, കാറ്റഗറി 2-ൽ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ നിർമ്മാണങ്ങൾ ഏത് രീതിയിലെല്ലാം നടത്താമെന്ന് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. മാത്രമല്ല, പൊളിച്ച ഫ്ളാറ്റുകളിൽ നിന്ന സ്ഥലത്ത് ഇനി എത്രമാത്രം നിർമ്മാണം അനുവദിക്കാം എന്ന് സംബന്ധിച്ചും ചില തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമിക്കസ് ക്യൂറി എത്തുന്നതും അത് സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തുന്നതുമെല്ലാം. സുപ്രീം കോടതി ജസ്റ്റിസ് BR ഗവായിയാണ് അധ്യക്ഷനായുള്ള ഒരു ബെഞ്ച്. അവരാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അമിക്കസ് ക്യൂറിയോട് പറയുന്നത്. ഈ വരുന്ന ക്രിസ്മസ് ഇടവേളകളിൽ അവിടെ പോയി പരിശോധന നടത്തുകയും എത്രയും പെട്ടെന്ന് ജനുവരി മാസത്തോടുകൂടി ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കാറ്റഗറി 2-ൽപ്പെട്ട അല്ലെങ്കിൽ കാറ്റഗറി 2-ൽപ്പെട്ട ഇടങ്ങളിൽ പരിശോധന. കാറ്റഗറി 2 മേഖലയിൽ നിർമ്മാണ സാധ്യത പരിശോധിക്കുകയാണല്ലോ ഇപ്പോൾ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫ്ളാറ്റ് പൊളിച്ചു മാറ്റിയ സ്ഥലത്തൊക്കെ ഇന്ന് അമിക്കസ് ക്യൂറി സന്ദർശനം നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിൽ അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ ഫ്ളാറ്റ് പൊളിച്ചു മാറ്റിയ ഇടങ്ങളിൽ കൃത്യമായ ഒരു പരിശോധന അമിക്കസ് ക്യൂറി നടത്തുമെന്നുള്ളത്, സേതു, കൃത്യമായ ഒരു പരിശോധന അമിക്കസ് ക്യൂറി നടത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പനേരത്തിനുള്ളിൽ തന്നെ അവരങ്ങോട്ടേക്ക് പോകുകയും ചെയ്യും. ആ പോകുന്നതിന് മുന്നോടിയായി തന്നെ ഈ ഉദ്യോഗസ്ഥരെല്ലാവരുമായി ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മരട് നഗരസഭയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ആന്റണി ആശാമ്പറമ്പിലാണ്. ആന്റണി ആശാമ്പറമ്പിൽ, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനകൾ നടക്കുമ്പോൾ അത് എത്രത്തോളം ഈ 334 കുടുംബങ്ങൾക്കും ഗുണം ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? ഇതിൻ്റെ അകത്ത് 334 കുടുംബങ്ങളും ഞങ്ങൾ പറയുന്ന സർക്കാർ സംവിധാനത്തിൽ തന്നെ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ്. കാരണം അന്ന് സർക്കാർ സംവിധാനത്തിന് പറ്റിയ പാളിച്ചയാണ് ഈ 344 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയത്. അന്നത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നിയമിച്ച 3-അംഗ സമിതിയുണ്ട്. ആ 3-അംഗ സമിതി, കാരണം പ്രിൻസിപ്പൽ സെക്രട്ടറിയും കളക്ടറും നഗരസഭ അന്നുണ്ടായിരുന്ന സെക്രട്ടറി അടക്കമുള്ള 3-അംഗ സമിതി, ആ സമിതി കൊടുത്ത തെറ്റായ റിപ്പോർട്ടാണ് ഈ ഫ്ളാറ്റ് പൊളിക്കാനുണ്ടായ കാരണം. പക്ഷേ അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വേജനക ചമച്ച കേസിൽ ചില ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങിപ്പോയി. കാരണം അന്ന് ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, ആ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിയാണ് അല്ലെങ്കിൽ പ്രതിയാക്കണമെന്ന് ക്രൈംബ്രാഞ്ച് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിന് അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഈ സർക്കാർ സംവിധാനത്തിലുണ്ടായ പാളിച്ചയും അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ഭരണ നേതൃത്വവും കാണിച്ച തെറ്റായ നടപടി മൂലമാണ് ഈ ഫ്ളാറ്റ് പൊളിക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് സർക്കാർ തന്നെ സർക്കാരിൻ്റെ ചെലവിൽ ഇത് നിർമ്മിച്ചു കൊടുക്കണം. കാരണം സുപ്രീം കോടതി പോലും പറയുന്നു അത് പൊളിച്ചത് തെറ്റായിപ്പോയി എന്നൊരു കാഴ്ചപ്പാട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സമിതികൾ പറയുന്നു. അപ്പോൾ അത് സർക്കാർ തന്നെ സർക്കാരിൻ്റെ ചെലവിൽ ഈ പറയുന്ന ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് നഗരസഭ ചെയർമാൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഈ കാറ്റഗറി 2-ൽ നിർമ്മാണം നടത്തുന്നതിൽ ചില പരിമിതികളെല്ലാം ഇല്ലേ? അതൊക്കെ എങ്ങനെയായിരിക്കും മറികടക്കാൻ കഴിയുക? ഇപ്പോൾ നിലവിൽ CR-സെറ്റ് 3 ആയിരുന്ന സമയത്താണ് ഇത് ഫ്ളാറ്റിന് പെർമിറ്റ് കൊടുത്തത് എന്നായിരുന്നു തർക്കം. ശരിക്കും ആ സമയത്ത് CR-സെറ്റ് 2-ന്റെ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്ന സമയത്താണ് ഈ ഫ്ളാറ്റിന് പെർമിറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ CR-സെറ്റ് 2 ആയിരിക്കുന്ന സ്ഥിതിക്ക് പൊളിച്ചു കളഞ്ഞതിനേക്കാൾ വലിയ ഫ്ളാറ്റ് അവിടെ ഇപ്പം നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന എത്രയാണോ ഏരിയ അതിൻ്റെ കാൽഭാഗവും കൂടി നമുക്ക് പുതിയതായി പെർമിറ്റ് അവിടെ കൊടുക്കാൻ സാധിക്കും.
അപ്പോൾ ഇത് ഈ പറഞ്ഞത് ഞാനീ പറയുന്നത് ഇതൊരു തെറ്റായ നടപടിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ അമിക്കസ് ക്യൂറി വന്നിട്ടുള്ളതും ഈ പറയുന്ന 345 കുടുംബം ആ കുടുംബം ഇന്ന് എല്ലാവരും വഴിയാതവരായില്ല. കാര്യം അമിക്കസ് ക്യൂറിയെ ബോധിപ്പിക്കുമോ? അത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഞങ്ങൾ അമിക്കസ് ക്യൂറിനെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. കാരണം അത് ഞങ്ങൾ സെക്രട്ടറിക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ അന്നത്ത് ഉണ്ടായിരുന്ന തെറ്റായ നയത്തിൻ്റെ ഭാഗമാണ്. കാരണം ഒരു ഭാഗത്തുകൂടി സർക്കാർ ഈ പറയുന്ന ആളുകളുടെ കൂടെ ഉണ്ടെന്നും അതുപോലെ തന്നെ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കാത്തതാണ് അന്നുണ്ടായിട്ടുള്ള പാളിച്ചാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ചില സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചു വയ്ക്കുന്നത്. ഒപ്പം തന്നെ അമിക്കസ് ക്യൂറി കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം സെയ്ദ് സൂചിപ്പിച്ചതുപോലെ അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ ഫ്ളാറ്റുകൾ പൊളിച്ച ഇടങ്ങളിൽ സന്ദർശനം നടത്തും. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ 4 ഫ്ളാറ്റുകളിലെ 5 ടവറുകൾ ആൽഫ ഹൊറിസോണ്ടൽ അടക്കമുള്ള 5 ടവറുകളാണ് അന്ന് പൊളിച്ചു നീക്കപ്പെട്ടത്. 2020 ജനുവരി 11-ാം തീയതിയാണ് ഈ ഫ്ളാറ്റുകൾ ഘട്ടം ഘട്ടമായി പൊളിക്കാൻ ആരംഭിച്ചതും. അന്ന് കുണ്ടന്നൂർ ഹോളി ഫെയ്ത്ത്, ഒപ്പം തന്നെ കണ്ണാടിക്കാടുള്ള ഗോൾഡൻ കായലോരം, നെട്ടൂർ ജെയിൻ കോറൽ കോവ്, നെട്ടൂർ തന്നെയുള്ള ആൽഫ സെറീനിലെ ഇരട്ട ഫ്ളാറ്റ്, അങ്ങനെ 5 ടവറുകൾ തകർത്തിരുന്നു. അതിൽ 344ഓളം കുടുംബങ്ങൾക്ക് പൂർണ്ണമായി അവരുടെ കുടുംബം നഷ്ടമാകുന്ന രീതിയും ഉണ്ടായിരുന്നു. കൃത്യമായ നഷ്ടപരിഹാരം അവർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് അമിക്കസ് ക്യൂറി കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. സേതു. ശരി സഹിൻ, അമിക്കസ് ക്യൂറിയുടെ നിർണായക പരിശോധന ദിവസമാണ് ഇന്ന്. മരടിലെ നഗരസഭാ അധികൃതരുമായി അമിക്കസ് ക്യൂറി കൂടിക്കാഴ്ച നടത്തുകയാണ്. മരട് നഗരസഭാ കൗൺസിൽ ഹാളിന് മുന്നിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.